മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ജീവനുള്ള കല്ലായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് വിശ്വാസി ആരായിത്തീരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അവിടുന്ന് ജീവനുള്ള കല്ലായിട്ട് മാറുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പത്രോസ് പറയുകയാണ്, വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിനോടുകൂടെ ഏറ്റവും അടുത്ത് ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നത് മൂലം ആ കർത്താവിൻ്റെ അതേ ജീവൻ വിശ്വാസിയിൽ നിലനിൽക്കുന്നു. കർത്താവിലുള്ള അതേ ജീവൻ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. കൊലോസ്യർ 2:20 പറയുന്നു. കൊലോസ്യർ 3:3-4 പറയുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ വെളിപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ ക്രിസ്തു ജീവനായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആർത്തിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ആ കല്ലുകളെ ആർക്കുന്ന കല്ലുകളാക്കി ദൈവത്തെ ആരാധിക്കുന്നവരാക്കി നമ്മെ തീർത്ത കർത്താവ് തന്റെ ജീവനെ നൽകി, നമുക്ക് ആ ജീവൻ നൽകി നമ്മളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ പത്രോസ് പറയുന്നത്, ഒരു ആത്മീയ ഗ്രഹമായിട്ട് നമ്മളൊരു ആത്മീയ ഗ്രഹമായിട്ട് തിരിക്കുകയാണ്. കർത്താവിനോട് ഏകീഭവിച്ചുകൊണ്ട് ഒരു ആത്മീയ ഗ്രഹമായിട്ട് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർക്കുന്നതാണ്. ഇവിടെ ദൈവത്തോടുള്ള ബന്ധമുണ്ട്, പരസ്പരമുള്ള ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എഫേസ്യ ലേഖനം 2:19 പറയുന്നുണ്ടല്ലോ, നമ്മൾ ആ കെട്ടിടം മുഴുവൻ അവനിൽ യുക്തമായിട്ട് ചേർന്ന് വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന ഈ കെട്ടിടം ക്രിസ്തുവിനോട് ചേർന്ന ഒരു ആത്മീയ ഗ്രഹമായിട്ട് വളരുകയാണ്. പരിശുദ്ധാത്മാവ് നല്ല ഒന്നിച്ച് പണിയുകയാണ്. അങ്ങനെ ഒരു ആത്മീയ ഗ്രഹമായി സഭ എന്ന ഗ്രഹത്തിന്റെ കല്ലുകളായിട്ട് നമ്മൾ തീരുകയാണ്. മാത്രമല്ല, അടുത്തതായിട്ട് ഇവിടെ പത്രോസ് പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രസാദമുള്ള ആത്മീയം യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമ്മളെ വിശുദ്ധ പുരോഹിതവർഗമാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന എല്ലാവരും പുരോഹിതന്മാരാണ്. ഇവിടെ പത്രോസ് തന്നെ പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്മാരാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ വേറെ അയ്മേനി വേറെ എന്നുള്ള വ്യത്യാസം പുതിയ നിയമത്തിൽ ഇല്ല. ഇന്ന് സഭകളിൽ കാണുന്ന ആ വ്യത്യാസം ദൈവവചന പ്രകാരമുള്ളതല്ല. ദൈവത്തിൽ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമുള്ള എല്ലാവരും പുരോഹിതന്മാരാണ്. അവർക്കെല്ലാവർക്കും ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണമുള്ളതായ പദവി ലഭിച്ചിരിക്കുകയാണ്. വിശ്വാസികളായ പുതിയ നിയമ വിശ്വാസികളിലും പഴയ നിയമ പുരോഹിതന്മാരും തമ്മിലുള്ള അനേക പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പൗരോഹിത്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒന്നാമതായിട്ട് അത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു പദവിയാണ്. ദൈവം തിരഞ്ഞെടുത്തവനല്ലാതെ ആ യോഗ്യതയ്ക്ക് ആർക്കും ലഭിക്കുന്നതല്ല. പഴയ നിയമത്തിൽ പുറപ്പാട് 21:28 കാണുന്നു,
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 15:16 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. മാത്രമല്ല, രണ്ടാമതായിട്ട് പുരോഹിതന്മാർ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ കുറിച്ച് ലേവ്യ 8:6 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച് തീത്തോസ് 2:14 കാണാം. മാത്രമല്ല, പുതിയ നിയമ പുരോഹിതന്മാർ മൂന്നാമതായിട്ട് നാം കാണുന്നത് അവര് ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കപ്പെട്ടവരാണ്. ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ധരിക്കപ്പെട്ടവരാണ്. ഇവിടെ നമ്മൾ ഈ 1 പത്രോസ് 5:5 കാണുന്നുണ്ട്. അതുപോലെ പുറപ്പാട് 28:42 കാണുന്നുണ്ട്. ലേവ്യ 8:7 മുതലും സങ്കീർത്തനങ്ങൾ 132:9, 16 വാക്യങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. നാലാമതായിട്ട് പൗരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. അവരെ നിയോഗിച്ചിരിക്കുകയാണ്, അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ലേവ്യ 8:12 നമുക്കത് കാണുവാൻ സാധിക്കും. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 1 യോഹന്നാൻ 2:20-27 നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്ന പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കപ്പെട്ടവരാണ്, അവരെ ഒരുക്കുകയാണ്. ലേവ്യ 8:13, 9:4, 23, ഗലാത്യർ 1:16, 1 തീമോത്തിയോസ് 3:6. ആറാമതായിട്ട് പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നത് പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അവർക്ക് ഒരു ഓർഡിനേഷൻ, ഒരു നിയോഗം നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ 2:4 അത് കാണുന്നുണ്ട്. ലേവ്യ 10:18 അത് കാണുന്നുണ്ട്. 10:1 മുതൽ നമ്മളത് കാണുന്നുണ്ട്. ഏഴാമതായിട്ട് നമ്മൾ കാണുന്നത് പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നത് അവര് ദൈവവചനത്തെ ബഹുമാനിക്കേണ്ടവരാണ്, അവർ ദൈവവചനത്തെ ആദരിക്കേണ്ടവരാണ്, അവർ ദൈവവചനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ 1 പത്രോസ് 2:2 കണ്ടു, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. മലാക്കി 2:7 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എട്ടാമതായിട്ട് പുരോഹിതന്മാര് അവർ ദൈവത്തോടു കൂടെ നടക്കേണ്ടവരാണ്, അവർ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടവരാണ് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് മാറി നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. മലാക്കി 2:6 പഴയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ട്, പുരോഹിതന്മാര് ദൈവത്തോട് ചേർന്ന് നടക്കണം. ഗലാത്യർ 5:14-25 പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതുപോലെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. പുരോഹിതന്മാരായ നമുക്ക് ആ നടപ്പ് ആവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ 9ാമതായിട്ട് നമ്മൾ കാണുന്നത് പുരോഹിതന്മാർ പാപികളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരായിരിക്കണം. ലോകത്തുള്ള പാപികളായ മനുഷ്യരിൽ വലിയ സ്വാധീനം നടത്തി ദൈവത്തിലേക്ക് അവരെ അടുപ്പിക്കാൻ കഴിയുന്നവരായിരിക്കണം പുരോഹിതന്മാർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മലാക്കി 2:6, ഗലാത്യർ 6:1. 10ാമതായിട്ട് ദൈവത്തിന്റെ ദൂതുവാഹികളാണ്, ദൂതന്മാരാണ് പുരോഹിതന്മാർ. അവർ ലോകത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ദൂത് അറിയിക്കേണ്ടവരാണ്. മലാക്കി 2:7, മത്തായി 28:19, 20 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പുരോഹിതന്മാർക്കുള്ള പദവികൾ. അവർക്ക് ആത്മീയ യാഗങ്ങളാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ അർപ്പിക്കുന്ന യാഗങ്ങളൊക്കെ ഭൗതിക യാഗങ്ങളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മീയാഗങ്ങളാണ് അർപ്പിക്കേണ്ടത്. നമുക്ക് കാണുവാൻ സാധിക്കും 6 പ്രധാനപ്പെട്ട യാഗങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് ജീവനും പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുക, റോമർ 12:1. ദൈവത്തെ സ്തുതിക്കുക, എബ്രായർ 13:5. 3, നന്മ ചെയ്യുക, എബ്രായർ 13:16. 4, ദൈവത്തിന് നമുക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മകൾ ദൈവവും മക്കളുമായിട്ട് പങ്കുവയ്ക്കുക. 5ാമതായിട്ട് ക്രിസ്തുവിലേക്ക് ആളുകളെ നടത്തുക, റോമർ 15:16. 6ാമതായിട്ട് നമ്മുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ ആഗ്രഹങ്ങളെ ബലികഴിക്കുക, ത്യാഗപൂർണമായിട്ട് സമർപ്പിക്കുക, എഫേസ്യർ 5:2. 7ാമതായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു യാഗമായിട്ട് കാണുന്നുണ്ട്,
വെളിപ്പാട് 8:3. ഈ ആങ്ങളെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ പുരോഹിതന്മാരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ദുരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.